ഹായ് മുത്തമണീസ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ ഗീ റൈസും ചിക്കൻ കറിയും എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 4 സവോള കനം കുറഞ്ഞ് അരിഞ്ഞത്, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 3 തക്കാളി വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 പോള വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 2 പച്ചമുളകാണ്. ഇനി എരിവിൽ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് കൈമൻ്റെ അരിയാണ്. ഇത് ഞങ്ങൾ എടുത്തിട്ടുള്ളത് 3 ഗ്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് മുന്നേ നമ്മുടെ ഗീ റൈസിലുള്ള അരി നമ്മൾ കുതിർക്കാൻ വെക്കണം വെള്ളത്തിൽ. ഇത് നമ്മൾ നന്നായി കഴുകിയ ശേഷമാണ് കേട്ടോ നമ്മളിത് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണ്ടേ. ഇത് രണ്ടും നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഗരം മസാല ഉണ്ടാക്കുന്ന രീതി: വലിയ ജീരകം, പട്ട, കറാമ്പൂ, ഏല, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഗരം മസാല തയ്യാറാക്കുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 5 മിനിറ്റ് ചൂടാക്കിയ ശേഷം നമുക്ക് മിക്സിയിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ചൂടായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. നമ്മളിത് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നല്ലവണ്ണം മിക്സ് ആണ്. അപ്പൊ നമ്മുടെ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം, മറക്കല്ലേ. ഇതിന്റെ പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കും. ഇതിലേക്ക് ആവശ്യമായ മസാല പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി നമുക്കിതെല്ലാം പാടെ നന്നായി മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കനാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അത് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത ചിക്കൻ്റെ മുകളിലും പുറത്തൊക്കെ ആയിട്ട് മസാല വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് കറിവേപ്പിലയാണ്. വീട്ടിലുള്ള ഫ്രഷ് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർക്കാം. ഉപ്പുണ്ട് എന്ന് നോക്കിയതിന് ശേഷം 4 വിസിലടിപ്പിക്കാം. നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി തരണം. നല്ല സ്മെല്ലായിരുന്നു. നമുക്ക് എങ്ങനെയാണ് ഗീ റൈസ് തയ്യാറാക്കുന്നത് നോക്കാം. ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായതിനു ശേഷം ഒരു സവാള ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, കറാമ്പൂ, ഏല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈമയുടെ 3 ഗ്ലാസ് അരിയാണ് ഇവിടെ കുതിർത്തി വെച്ചിട്ടുള്ളത്. 3 ഗ്ലാസ് അരിക്ക് റേഷ്യോ പ്രകാരം 6 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കുതിർത്തി വെച്ച അരി ഇതിലോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് 4 വിസിൽ വരുന്നത് വരെ അടപ്പ് വെച്ച വേവിക്കാം. അപ്പൊ നമ്മുടെ ജീരക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.